നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മൗലിക അവകാശങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ കണ്ടു. 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ് നമ്മൾ അതിലെ ഓരോ മൗലിക അവകാശവും എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മൗലിക അവകാശം ഏതായിരുന്നു? ഒന്നാമത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത് ഒന്നാമത്തെ മൗലിക അവകാശമാണ് സമത്വ അവകാശം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ് അവിടെ വരുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഭാഗത്തെ 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൗലിക അവകാശം ഒന്നാമത്തേത് സ്റ്റാർട്ട് ചെയ്യുന്ന 14ാമത്തെ ആർട്ടിക്കിളിലാണെങ്കിലും അതിന് മുമ്പ് വരുന്ന മറ്റു 2 ആർട്ടിക്കിളുണ്ട്. അത് 2 കൂടി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് പോകുന്നതാണ് വളരെ നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് വരുന്ന 2 ആർട്ടിക്കിൾ 12ഉം 13ഉം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മൗലിക അവകാശങ്ങളിലേക്ക് കടക്കാം. അപ്പം 12ാമത്തെ ആർട്ടിക്കിളിലേക്ക് നമുക്ക് വരാം. 12ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് എന്നാണ്. അതായത് സ്റ്റേറ്റിന്റെ നിർവചനമാണ് 12ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനത്തെയുമാണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് സ്റ്റേറ്റ്? PSC പരീക്ഷയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും എന്തെന്ന് പറയും? ഈ ആർട്ടിക്കിൾ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയും. അത് പാർലമെന്റ് ആകാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനമാകാം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസ് ആകാം. ഇതെല്ലാം ഇവിടെ എന്താണ്? സ്റ്റേറ്റ് ആണ്. അപ്പം ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് സ്റ്റേറ്റിന്റെ ചുമതലയാണ്, ഗവൺമെന്റിന്റെ ചുമതലയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. 13ാമത്തെ ആർട്ടിക്കിൾ. 13ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്താണ് ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പരാമർശിക്കുന്നത്. എന്തിനെ പറ്റിയാണ്? ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പരാമർശിക്കുന്നത്. ആ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയം എടുത്തിരിക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ US-ൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയവും ഭരണഘടന എടുത്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭകൾക്കാണ്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ പാർലമെന്റിനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന നിയമസഭയ്ക്കുമാണ്. അതുപോലെ പല ഓഫീസുകളിലുള്ള അതോറിറ്റീസിനും പല രീതിയിലുള്ള ഉത്തരവുകൾ ഇറക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യയിൽ ആര് ഒരു നിയമമോ ഉത്തരമോ ഇറക്കി കഴിഞ്ഞാൽ അത് ഭരണഘടനയ്ക്ക് അടിസ്ഥാനപ്പെട്ടുകൊണ്ടായിരിക്കണം. ഭരണഘടനയ്ക്ക് എതിരായിട്ട് ഒരു നിയമമോ ഉത്തരവോ കൊണ്ടുവരാൻ ഇന്ത്യയിൽ ആർക്കും അവകാശമില്ല. അങ്ങനെ അതിനെതിരായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്, അല്ലെങ്കിൽ കോടതിക്കുണ്ടെന്ന് ഓർത്തിരിക്കുക. ആ അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത് ഭരണഘടനയ്ക്ക് അടിസ്ഥാനമാണോ, അല്ലെങ്കിൽ അത് ഭരണഘടനാ തത്വങ്ങൾക്ക് അധിഷ്ഠിതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള കോടതിയുടെ അധികാരത്തെ പറയുന്ന പേരാണെന്ത്? ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ പരിശോധിക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 13ാമത്തെ ആർട്ടിക്കിൾ എന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ 2 ആർട്ടിക്കിളും ഇവിടെ ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ മൗലിക അവകാശത്തിലേക്ക് വരാം. സമത്വ അവകാശം 14 തൊട്ട് 18 വരെയാണ് വരുന്നത്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൗലിക അവകാശങ്ങൾ എന്നുള്ളത് US-ൽ നിന്ന് വരുന്ന ആശയമാണെങ്കിലും ഈ സമത്വം എന്നുള്ള ആശയം വരുന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഈ പറയുന്ന സമത്വം എന്നുള്ള ഒരു ആശയം വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം സമത്വം എന്ന ആശയം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവം എന്ന കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതിലെ ഒന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. 14ാമത്തെ ആർട്ടിക്കിൾ. 14ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നു, നിയമത്തിന് മുന്നിൽ സമത്വം.
നിയമം മുഖേന തുല്യ സംരക്ഷണം, അതായത് നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 14ാമത്തെ ആർട്ടിക്കിൾ. നമുക്കറിയാം നമ്മുടെ രാജ്യം വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ പാവപ്പെട്ടവരായിട്ടുള്ളവരുണ്ട്, അതുപോലെ സാമൂഹ്യ തലത്തിൽ ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിലും ആര് തെറ്റ് ചെയ്താലും കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരുപോലെ പരിഗണിക്കാൻ പാടുള്ളൂ. അതായത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ നിയമം മുഖേന തുല്യ സംരക്ഷണം. അതുപോലെ നിയമം പറയുന്നു, നിയമം ഒരാളെ സംരക്ഷിക്കുമ്പോൾ അയാളുടെ മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കത്തില്ല. എന്താണോ നിയമത്തിൽ പറയുന്നത് അത് ഏത് വ്യക്തിയാണെങ്കിലും ഒരുപോലെ ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 14 എന്ന് ഓർത്തിരിക്കുക. അതിനെയാണ് നിയമവാഴ്ച എന്ന് പറയാൻ സാധിക്കും. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, നിയമവാഴ്ചയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 14ാമത്തെ ആർട്ടിക്കിളാണ്. ഈ നിയമവാഴ്ച എന്നുള്ള ആശയം വരുന്നത് എവിടുന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. നിയമവാഴ്ച എന്നുള്ള ആശയം എവിടെ നിന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിയമവാഴ്ച എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് AV ഡൈസി എന്ന കാര്യം ഓർത്തിരിക്കുക. AV ഡൈസി ആണ് നിയമവാഴ്ച എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഈ 14ാമത്തെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയും കഴിഞ്ഞിടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യവുമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുമ്പോഴും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 2 പേർക്ക് ചെറിയ പ്രിവിലേജുകൾ നൽകുന്നുണ്ട്. അങ്ങനെ പ്രിവിലേജ് ലഭിക്കുന്ന 2 പേരാണ് ഇന്ത്യൻ പ്രസിഡന്റും സംസ്ഥാന ഗവർണർമാരും. ആർട്ടിക്കിൾ 361 അകത്ത് പറയുന്നു, ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയോ സംസ്ഥാന ഗവർണർമാർക്കെതിരെയോ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ നടപടികളും പാടില്ല. നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 1ാമത്തെ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ സംസ്ഥാന ഗവർണർമാർ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ 1ാമത്തെ പദവിയിൽ ഇരിക്കുന്നവരാണ്. അപ്പം ഈ 2 പദവിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്കെതിരെ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ നടപടികളും പാടില്ല എന്ന് പറയുന്നുണ്ട്. തെറ്റ് ചെയ്താലും അവർക്കെതിരെ നടപടി എടുക്കാൻ പാടില്ല. പക്ഷെ പദവിയിൽ നിന്ന് മാറിയതിനു ശേഷം എടുക്കുന്നതിന്റെ അത് യാതൊരു പ്രശ്നമില്ല. പദവിയിൽ ഇരിക്കുമ്പോൾ അതൊരു പ്രിവിലേജ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തെ മാനിക്കുന്നത് കൊണ്ട് നൽകുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷൻ ഭരണഘടനയിലുണ്ട്. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 361 ആണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം. അപ്പൊ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ആർട്ടിക്കിൾ 14ന്റെ പരിധിയിൽ വരാത്ത വ്യക്തികളെ ആര്, അല്ലെങ്കിൽ പദവി ഏത് എന്ന് ചോദിക്കുമ്പോൾ ഈ 2 പദവികൾ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊള്ളണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ 14ാമത്തെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട വസ്തുതകളാണ്. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം, 15ാമത്തെ ആർട്ടിക്കിൾ. അപ്പം 14ന്റെ അകത്ത് പറഞ്ഞു നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെങ്കിൽ 15 പറയുന്നു അതുകൊണ്ട് തന്നെ ആരെയും വിവേചിച്ച് കാണാൻ പാടില്ല, അല്ലെങ്കിൽ ആരോടും ഒരു വിവേചനവും പാടില്ല. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല. നമുക്കറിയാം സമൂഹമാണ്, സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാരെ വിവേചിച്ച് കാണാൻ പാടില്ല, എല്ലാവരെയും തുല്യരായിട്ട് കാണണം. അപ്പം ഈ മതം, ജാതി, വർഗം, ലിംഗം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹമൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് വെച്ചു പുലർത്താൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അത് തെറ്റാണ് എന്നാണ് ഈ 15ാമത്തെ ആർട്ടിക്കിളിലൂടെ പറയുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ആരെയും വിവേചിച്ച് കാണാൻ പാടില്ല, വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 15ാമത്തെ ആർട്ടിക്കിൾ എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ആർട്ടിക്കിൾ എന്തായിരിക്കും? അടുത്ത ആർട്ടിക്കിളിന്റെ അകത്ത് 16ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നു പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. അപ്പം ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ആർട്ടിക്കിളിൽ പറയുന്നു പൊതുകാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം നൽകണം. അതായത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്.
അപ്പൊ അത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും, അങ്ങനാണോന്ന്, ഈ റിസർവേഷൻ എന്ന് പറയുന്ന കാര്യമൊക്കെ ഇല്ലേന്ന്. റിസർവേഷൻ ഒക്കെ ഉണ്ട്, അതും ഈ ആർട്ടിക്കിളിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന 16ാമത്തെ ആർട്ടിക്കിളിലെ പൊതു നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് എതിരല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. റിസർവേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ താഴ്ന്ന ഇടയിലുള്ള ആൾക്കാർക്ക് ഉയർന്ന പദവിയിലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഭരണഘടന തന്നെ വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഏത്, റിസർവേഷൻ എന്ന് പറയുന്നത്. കാരണം സാമൂഹ്യ തലത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനം അത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് റിസർവേഷൻ എന്നുള്ള ആവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്, അതിനുവേണ്ടിയാണ് റിസർവേഷൻ എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന ആർട്ടിക്കിൾ 16-നെതിരല്ല റിസർവേഷൻ എന്ന് ഓർത്തിരിക്കുക. ഇവിടെ പറയുന്നത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം എന്നുകൊണ്ട് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പം LD ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാം അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എല്ലാവർക്കും ഒരേ വിദ്യാഭ്യാസ യോഗ്യതയാണ്. എന്താണ്? 10ാം ക്ലാസ്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ഇന്ന വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് നീ 10ാം ക്ലാസ് ജയിച്ചില്ലെങ്കിൽ നിനക്ക് എഴുതാം. നീ ഇന്ന വിഭാഗത്തിൽ വരുന്ന ഒരാളാണ്, അതുകൊണ്ട് നീ ഈ പറയുന്ന +2 ജയിച്ചാലേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വിവേചനം വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി പരീക്ഷ എഴുതാൻ പോകുമ്പോഴോ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള വിവേചനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 16ാമത്തെ ആർട്ടിക്കിൾ ഈ ഒരു അർത്ഥതലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. 17ാമത്തെ ആർട്ടിക്കിൾ. 17ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്താണ് തൊട്ടുകൂടായ്മ നിരോധനത്തെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിലൊക്കെ അടിസ്ഥിതമായിരുന്നു ഒരു സമയം വരെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 17. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു കുറ്റമായിട്ട് കണക്കാക്കും എന്നും പറയുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 17 എന്ന കാര്യം ഓർത്തിരിക്കുക. തൊട്ടുകൂടായ്മ നിരോധനത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്, ആർട്ടിക്കിൾ 17 എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 17മായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലാണത് പാസ്സാക്കുന്നത്. അതായത് മഹാത്മാഗാന്ധി കി ജയ്, അതായത് നമ്മുടെ രാഷ്ട്രപിതാവിന് ജയ് അർപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി കി ജയ് എന്നുള്ള മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഏത്, ആർട്ടിക്കിൾ 17 എന്ന് ഓർത്ത്. കാരണം ഗാന്ധി ഈ പറയുന്ന തൊട്ടുകൂടായ്മയൊക്കെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിൽ അത് പാസ്സാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, ഈ 17ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്ന കാര്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സംവിധാനത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു നിയമം വരുന്നുണ്ട്. ഇപ്പോഴാ നിയമം അറിയപ്പെടുന്നത് ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നാണ്. ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നാണ്. തൊട്ടുകൂടായ്മ തടയുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്, പൗര അവകാശ സംരക്ഷണ നിയമം എന്ന് പറയും. ഇപ്പോഴുള്ള ഈ നിയമം, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം വരുന്ന 1976-ലാണ്. 1976-ലാണ്. എന്നാൽ ഇതിനു മുമ്പ്, അതായത് ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന ഈ നിയമത്തിന്റെ പേര് വരുന്ന 1976-ലാണെങ്കിൽ അതിനു മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് എന്നാണ്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് എന്നാണ്. അത് 1955-ലാണ് വരുന്നത്. 1955-ലാണ് വരുന്നത്. പിന്നീട് അതിന്റെ പേര് മാറ്റിയാണ് ഇപ്പോഴുള്ള പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന രീതിയിൽ അത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയൂടെ ഓർത്തിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഈ പറയുന്ന 17ാമത്തെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമം ഏത് എന്ന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരുന്നോണം, ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. 18ാമത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. അപ്പം 1ാമത്തെ മൗലിക അവകാശത്തിലെ അവസാനത്തെ ആർട്ടിക്കിളാണ് 18ാമത്തെ ആർട്ടിക്കിൾ. അവിടെ പറയുന്ന കാര്യമാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ജാതി വ്യവസ്ഥയുടെയൊക്കെ ഭാഗമായിട്ട് പണ്ട് കാലങ്ങളിൽ ഈ രാജഭരണം നിലനിന്നിരുന്നപ്പോൾ രാജാക്കന്മാര് ചിലർക്കൊക്കെ ചില സ്ഥാന പേരുകളൊക്കെ നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള പേരുകൾ നിർത്തലാക്കുന്നതിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 18 എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയുള്ള സ്ഥാന പേരുകളൊക്കെ വരുമ്പോൾ സമൂഹത്തിൽ പലതരത്തിലുള്ള ഈ പറയുന്ന ഇൻഇക്വാളിറ്റീസും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥാന പേരുകൾ നിർത്തലാക്കണം എന്ന് പറയുന്നത്.
അത് നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ന ആളെ എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പേര് തന്നെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു ആർട്ടിക്കിൾ നിലനിൽക്കെ ചെയ്തുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട് 2 കാറ്റഗറിയിൽ വരുന്നവർക്ക് ഈ പറയുന്ന സ്ഥാന പേരുകൾ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഒന്ന് മിലിറ്ററി തലത്തിൽ വരുന്നവരും മറ്റൊന്ന് അക്കാഡമിക് പദവിയിൽ വരുന്നവരും. ഇവർക്ക് വേണമെങ്കിൽ പേരിനു മുമ്പിൽ പ്രത്യേക സ്ഥാന പേരുകൾ ഉപയോഗിക്കാം. ഇപ്പം മിലിറ്ററിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ആ പദവി കിട്ടുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പം ക്യാപ്റ്റന്, ലെഫ്റ്റനന്റ് ഇങ്ങനെയുള്ള പദവികൾ പേരിന് മുമ്പ് ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് തെറ്റില്ല. അതുപോലെ അക്കാഡമിക് ആയിട്ട് ഒരു പരീക്ഷ ജയിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സ്ഥാനപ്പേരുകൾ, എക്സാമ്പിൾ ഈ പറയുന്ന അഡ്വക്കേറ്റ്, ഡോക്ടർമാരെ ഈ പറയുന്ന ഡോക്ടർ എന്ന് അല്ലെങ്കിൽ PhD കഴിഞ്ഞവരെ ഡോക്ടർ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള അക്കാഡമിക് മിലിറ്ററി ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളാണെങ്കിൽ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ അത് പ്രശ്നമില്ല. അല്ലാത്ത രീതിയിൽ ആൾക്കാരെ ഈ പറയുന്ന പ്രത്യേക സ്ഥാനപ്പേരുകളോടുകൂടി അഭിസംബോധന ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് ആർട്ടിക്കിൾ 18 അകത്ത് പറയുന്നതെന്ന് ഓർത്തിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് ഒന്നാമത്തെ മൗലിക അവകാശമാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പറയുന്ന 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മൗലിക അവകാശം ഏതാണ്? സമത്വ അവകാശമാണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു ക്ലാസ് നമുക്ക് ബാക്കി വരുന്ന മൗലിക അവകാശങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഏവർക്കും നന്ദി.